ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വാഗമൺ ട്രിപ്പ് പോകാൻ പോവുകയാണ്. ലച്ചിക്കുട്ടി ആ ബാഗ് പാക്ക് ചെയ്ത് റെഡിയായിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ വണ്ടിയിൽ കയറി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ നമ്മളിതാ മുണ്ടക്കൈ കുട്ടിക്കാന റൂട്ട് എത്തിയായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എരുമേലി പള്ളിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. പിന്നെ അത് രാവിലെ ആയതുകൊണ്ട് എല്ലാ ദിവസവും പോലെ തന്നെ പോകുന്ന വഴിക്ക് നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എത്തി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ, അതായത് നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റി. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്ന് നേരെ പോയത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ സമയം 8:30 പിന്നെ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പട്ടുമല പള്ളിയിലൊന്ന് പോയായിരുന്നു. അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവിടുത്തെ പക്ഷേ വ്യൂ, അവിടെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ പള്ളിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പരുന്തംപാറയിൽ പോയി. പരുന്തംപാറയിലെ ക്ലൈമറ്റ് പിന്നെ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഓരോ സമയം, അതായത് ഓരോ മിനിറ്റും ക്ലൈമറ്റ് മാറി മാറി നിൽക്കുമായിരുന്നു. അതായത് കോട വരും, പിന്നെ അത് പോവും, വെയിലാവും, അങ്ങനെ പല പല ക്ലൈമറ്റായിരുന്നു അവിടെ. അടിപൊളിയായിരുന്നു. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ നിന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം വീണ്ടും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ റിസോർട്ടിലേക്ക് പോയി. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി സമയം. അപ്പോൾ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തി. പിന്നെ റിസോർട്ടിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും അങ്ങനെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിസോർട്ടിൻ്റെ പരിസരവും നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു. നല്ല തേയിലത്തോട്ടങ്ങളും മരങ്ങളും ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.